നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹരികൃഷ്ണൻ, ഈ പാതിരാത്രിക്ക് അവൻ എന്താണോ വേണ്ടത്? എടുത്തില്ലെങ്കിൽ ഇന്നത്തെ രാത്രി അവൻ കാളരാത്രിയാക്കും. എടുക്കാം. എന്താടാ? അഭിലാഷേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നീ പോയി കഴിച്ചോ. ഓൾ ദ ബെസ്റ്റ്. എടാ, അതിന് അത്യാവശ്യമായിട്ട് എനിക്കൊരു പെണ്ണ് വേണം. ഈ നേരം കെട്ട നേരത്ത് ഈ പാതിരാത്രിക്ക് ഒരു തീക്ഷ്ണ ബ്രഹ്മചാരിയായി എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് ഒരു പെണ്ണിനെ വേണമെന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? എടാ, നീ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ? നിന്നോടല്ലാതെ മറ്റാരോടാ ഞാൻ പറയുന്നേ? പിന്നെ കല്യാണം കഴിച്ച് വേറെ വീടെടുത്ത് ഞങ്ങൾ മാത്രമായി താമസിക്കാൻ തയ്യാറുള്ള ഒരു പെണ്ണിനെ എനിക്ക് വേണ്ടത്. ഇപ്പോഴത്തെ ചില പെൺപിള്ളേര് കല്യാണമൊന്നുമില്ലാതെ ലിവിങ് ടൂതറി വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണോ നിനക്ക് വേണ്ടത്? എടാ, നീ വെറുതെ മണ്ടത്തരം പറയാതെ കാര്യം സീരിയസ് ആയിട്ട് എടുക്ക. നീ നിന്റെ കൂട്ടുകാരനെ വിളിക്കാന്നോ? എന്റെ കല്യാണ കാര്യത്തിന് നീ എന്തിനാ നിന്റെ കൂട്ടുകാരനെ വിളിക്കുന്നേ? എടാ, എന്റെ കൂട്ടുകാരൻ രാജേഷ് മാട്രിമോണി ഏജൻസി നടത്തുന്ന ആളാ. ഇല്ലില്ല, ഈ പാതിരാത്രിക്കൊന്നും വിളിക്കാൻ പറ്റില്ല. നാളെ കാലത്താവട്ടെ. എടാ, നിന്റെ കൂട്ടുകാരനായ ഞാൻ നിന്നെ വിളിച്ചില്ലേ ഇപ്പോ? അതുപോലെ നീ നിന്റെ കൂട്ടുകാരനെ ധൈര്യമായിട്ട് വിളിക്കേ. ഇപ്പൊ വിളിച്ചിട്ടായാലും നാളെ കാലത്ത് വിളിച്ചിട്ടായാലും നാളെ എനിക്കൊരു പെണ്ണ് കാണണം. അതിന് പറ്റിയില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് തൂങ്ങിച്ചാം. ഇതെന്താ ബ്ലാക്ക് മെയിലിങ്ങാ? തൂങ്ങിച്ചാവാൻ നിന്റെ വീട്ടിൽ സൗകര്യമൊന്നുമില്ലേ? എന്തിനാ എന്റെ വീട്ടിലേക്ക് വരുന്നത്? അവിടെ തന്നെ അങ്ങ് തൂങ്ങിയാ മതി. നാളെ രാവിലെ ഞാൻ രാജേഷിനെ വിളിക്കാം. എന്നിട്ട് അവന്റെ ഓഫീസിൽ പോവാം. പെണ്ണിനെ കുറിച്ചുള്ള നിന്റെ കണ്ടീഷൻസ് ഒക്കെ നീ നേരിട്ട് അവനോട് പറഞ്ഞാ മതി. ശരിയടാ. ഞാൻ പെണ്ണ് കാണാൻ പോകുന്ന കാര്യം ഇവിടെ ഒരു കുഞ്ഞും അറിയാൻ പാടില്ല. ആരൊക്കെ എന്തൊക്കെ ഓരോ ദിവസവും ചെയ്യുന്നുവെന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ചമ്മ മുതൽ സദാ എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കുന്ന ഞാഞ്ഞൂല് പെണ്ണ് വരെ സകലരും ഡേഞ്ചറസാ. പക്ക ഡേഞ്ചറസ് പീപ്പിൾ. അച്ഛാ, ബാങ്കിലേക്കല്ലേ മോളെ? അതെ അച്ഛാ, എന്റെ ഫ്രണ്ട് പ്രിയ 10:30 അവിടെ എത്താന്ന് പറഞ്ഞു. അമ്മേ, ഞാൻ അച്ഛനു വേണ്ടി ഒരു പുതിയ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ്. അച്ഛൻ വോട്ടൊക്കാനും തൂക്കി കഷ്ടപ്പെട്ട് കോണിപ്പടികൾ കയറുന്നത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല അമ്മേ. അമ്മ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ ഇങ്ങനെ കഷ്ടപ്പെടാൻ സമ്മതിക്കില്ലായിരുന്നു അല്ലേ? ഒരിടത്ത് സമാധാനമായി ഇരുന്ന് ജോലി ചെയ്യാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ട് കൊടുക്കാനാ എന്റെ പ്ലാൻ. അമ്മയുടെ എല്ലാ ആശീർവാദവും എന്റെ കൂടെ ഉണ്ടാവണം. എന്റെ പുതിയ പ്രൊജക്ടിനെ അമ്മ അനുഗ്രഹിക്കണം. അച്ഛാ, എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ. മോൾ തുടങ്ങാൻ പോകുന്ന ഈ സൂപ്പർ മാർക്കറ്റ് വലിയൊരു ഹൈപ്പർ മാർക്കറ്റായി വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നേരായി അച്ഛാ, ഞാൻ പോട്ടെ. ബാക്കി എല്ലാ കാര്യത്തിനും അമ്മ അമ്മന്ന് വിളിച്ച് കൊഞ്ചുമല്ലോ. ഇപ്പം ഞാൻ വെറും രണ്ടാനമ്മ അല്ലേ? എന്നെ ഒന്ന് കാൽ തൊട്ട് വന്ദിക്കാൻ തോന്നില്ലല്ലോ നിനക്ക്? നല്ലൊരു കാര്യത്തിന് ചേച്ചി പോകുമ്പോ ഇങ്ങനെ ടെൻഷൻ ആക്കാതമ്മേ. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ ഗോപിക. അമ്മേ, തിരക്കിനിടയില് ജീവനില്ലാത്ത ആ ഫോട്ടോ നീ മറന്നില്ലല്ലോ. അതിനേക്കാൾ വലുതാ ജീവനുള്ള ഈ ഞാൻ. നിന്നെ വളർത്തി ഇത്രയാക്കിയതേ. അമ്മേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് കഷ്ടമാ. നീ മിണ്ടല്ലോ ഗോകുലെ. അമ്മ എന്നെ അനുഗ്രഹിക്കണം. നമ്മുടെ സൂപ്പർ മാർക്കറ്റിന് എന്ത് പേരാ വെക്കാൻ പോണേന്ന് അമ്മയ്ക്കറിയോ? പത്മിനി സൂപ്പർ മാർക്കറ്റ്. പത്മിനി.
വാചകത്തിനൊന്നും ഒരു കുറവുമില്ല. അല്ല, അമ്മ എന്നെ അനുഗ്രഹിച്ചില്ല. ആ, എന്തായാലും എന്റെ ഭർത്താവ് ഇരിക്കാൻ പോകുന്ന കടയല്ലേ, നന്നായി വരട്ടെ. ഓ, ഇതാണോ അമ്മയുടെ വലിയ അനുഗ്രഹം? തവി വലിച്ചെറിഞ്ഞ് പാദ നമസ്കാരം ചോദിച്ചു വാങ്ങിയപ്പോ ഹ, നിങ്ങൾ രണ്ടുപേരൊന്നും മിണ്ടാതിരുന്നേ. അമ്മയുടെ ഈ അനുഗ്രഹം തന്നെ എനിക്ക് വലുതാ. അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി മോളെ. അമ്മേ, ആ? ദാ ഇതുകൂടെ കൊണ്ടുവയ്ക്കും, അടുക്കളയിൽ ആവശ്യം വരും. അച്ഛാ, ദാച്ചാ ഇതൊന്ന് കഴിച്ചു നോക്ക്. ഇന്നലെ ജേട്ടൻ കൊണ്ടുവന്നതാ, നല്ല സ്വാദുണ്ട്. എനിക്ക് വേണ്ട മോളെ, മോള് കഴിച്ചോ. ആ അപ്പോ ഇറങ്ങുവാ മുത്തശ്ശൻ. മുത്തശ്ശൻ ഉപദേശിച്ച നല്ല കാര്യത്തിന് ഇറങ്ങുവാ. അനുഗ്രഹിക്കണം. പോയി വാ മോനെ, നന്നാവട്ടെ. ഏ, മുത്തശ്ശന്റെ ശബ്ദം ഇപ്പൊ പഴയതുപോലെയോ? അനു, ലഞ്ചായില്ലേ? എന്താ ഹരി, കസവും മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് പെണ്ണ് കാണാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ. ആ, ഒരു കല്യാണത്തിന് പോവാ. ആരുടെ കല്യാണം വല്യേട്ടാ? എന്റെ തന്നെ. അല്ല, എന്റെ തന്നെ ഓഫീസിലെ ഒരു ലേഡി സ്റ്റാഫിന്റെ. ചേട്ടന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട്. സ്വന്തം കല്യാണത്തിന് ഒരുങ്ങി പോകുന്ന പോലുണ്ട്. നിന്നോട് അഭിപ്രായമൊന്നും ചോദിച്ചില്ല. കല്യാണത്തിന് പായസം അടക്കം ഉഗ്രൻ സദ്യ ഉണ്ടാവില്ല വല്യേട്ടാ. പിന്നെ ലഞ്ച് കൊണ്ടുപോണോ? അത് തന്നെ, 2 തരം പായസവും കഴിച്ച് മൃഷ്ടാന്നം നല്ല സദ്യ കഴിച്ചൂടെ? ഊണ് കഴിക്കാൻ നിൽക്കാനൊന്നും നേരമില്ല. ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. ഇന്നെന്താ വെച്ചത്? ഇഡലിയും ചമ്മന്തിപ്പൊടി നെയ്യിട്ടതും. കടയിൽ നിന്ന് വാങ്ങുന്ന ചമ്മന്തിപ്പൊടി എനിക്ക് ഇഷ്ടമല്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്താ ചട്നി ഉണ്ടാക്കാൻ ഞാൻ? മിക്സി കേടാ വല്യേട്ടാ. അച്ഛാ, 2 ആഴ്ച മുമ്പല്ലേ മിക്സി നന്നാക്കാന്ന് പറഞ്ഞ 1000 രൂപ തന്നെ. എന്നിട്ട് നന്നാക്കിയില്ലേ? അന്ന് മോട്ടറിനായിരുന്നു കേട്, അത് നന്നാക്കി. ഇപ്പൊ ബ്ലേഡ് പോയി. അതിന്റെ ആയുസ് തീർന്നെന്ന റിപ്പയർ കടക്കാരൻ പറഞ്ഞത്. ഇത്രയും കാലം ഓടിയത് തന്നെ ഭാഗ്യം. സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം വാങ്ങായിരുന്നില്ലേ? പുതിയത് 6000-ന് കിട്ടാനുണ്ട് വല്യേട്ടാ, 3 ജാറിന്റെ. 6000? ഓൺലൈനിലാ. 8000 ശരിക്കുള്ള വില. ഇത് ഡിസ്കൗണ്ട് പ്രൈസാ. ആ, അതൊന്നും വേണ്ട. 1200 വേറെ കിട്ടും, അതും 4 ജാറിന്റെ. ഞാൻ ബുക്ക് ചെയ്തോളാം. നാളെയോ മറ്റന്നാളോ കിട്ടും. ആ, ഞാൻ പോണു. 10:30 മാട്രിമോണി. മാട്രിമോണിയോ? മാരേജ് ഹാൾ. അതാ ഞാൻ പറഞ്ഞത്. നിന്റെ ചെവി കൊണ്ടുപോയി ക്ലീൻ ചെയ്യും. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ചേട്ടൻ പോകുന്നതേ കല്യാണത്തിനൊന്നും അല്ല. എന്താ ജയ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ കള്ളൊന്നും പറയത്തില്ല, എനിക്ക് ഉറപ്പാ. എന്തൊരു കഷ്ടാണ്. എത്ര നേരമായി ഒരു ടാക്സി പോലും ഇല്ലല്ലോ. 10:30 മണിക്ക് പ്രിയ ബാങ്കിൽ കാത്തു നിൽക്കുമല്ലോ. ഇനി വല്ല ഷെയർ ക്യാബ് നോക്കാം, അതേ രക്ഷയുള്ളൂ. ഹലോ മാഡം. ഹലോ, ഇതിപ്പോ ഷെയർ ക്യാബ് ആണല്ലോ? അതെ മാഡം. ആദ്യം പിക്ക് ചെയ്യുന്നത് എന്നെയല്ലേ? അല്ല മാഡം, ഒരു കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് വേണം വരാൻ. ഓ ശരി, ഒന്ന് വേഗം വരണേ. ആ, നീ ഇതുവരെ പോയില്ലേ മോളെ? ഇല്ലച്ചാ, ഒരു ക്യാബ് ബുക്ക് ചെയ്ത് പോവാന്ന് കരുതി. പ്രിയ ഇവിടെ കാത്തു നിക്ക, പെട്ടെന്ന് എത്തണമല്ലോ, അതുകൊണ്ടാ. ഞാൻ കൊണ്ടുവിടണോ നിന്നെ? വേണ്ടച്ചാ, ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛൻ കടയിലേക്ക് പോക്കോ, ഇപ്പൊ തന്നെ വൈകി. ഇത് വെച്ചോ മോളെ. കാശ് എന്റെ ഉണ്ട് അച്ഛാ, ഇന്നലെ തന്നത്. അച്ഛന് ലോഡ് വന്നാ കൊടുക്കാൻ. അതൊക്കെ ഉണ്ട്, നീ ഇതുകൂടി വെച്ചോ.